ഇനി മഹത്തായ തിരുവോണ നക്ഷത്രം എന്താണെന്നറിയോ? എൻ്റെ നക്ഷത്രം തിരുവോണം. ഇതിലുള്ളവർ 80% എനിക്ക് അനുഭവം തന്നെ കേട്ടോ. തിരുവോണംകാർ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോളൂ. തിരുവോണ നക്ഷത്രക്കാർ അസാമാന്യ സൗന്ദര്യവും സൗഭാഗ്യമുള്ളവരും ആയിരിക്കും. ലക്ഷ്യബോധമുള്ളവരായും അതിനായി അഹോരാത്രം യത്നിക്കുകയും ചെയ്യും. ഇവർ വലിയ നേട്ടങ്ങളെ കാക്ഷിക്കുന്നവരായിരിക്കും. ചെറിയ ലാഭങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുന്നവരായിരിക്കില്ല ഇവർ. അമ്മമാരുടെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിൽ നിന്ന് ആത്മനിയന്ത്രണ ശീലം വളർത്തിയെടുക്കുന്ന ഇവർ വാക്കുകളിൽ അല്പം പ്രവൃത്തികളിലും കുലീനത പുലർത്താൻ ശ്രദ്ധിക്കും. ഭൂതദയ വളരെയുള്ള ഇവർ പരോപകാരികളാണ്. ഈ സ്വഭാവം കൊണ്ട് തന്നെയാണ് അന്യർക്ക് ഭക്ഷണം നൽകുന്നതിന് ഇവർ പ്രേരിപ്പിക്കപ്പെടുന്നത്. വേണ്ടപ്പെട്ടവരെ ബഹുമാനിക്കുന്നതിലും ഗുരുഭക്തിയിലും ഈശ്വരഭക്തിയിലും ഇവർ പ്രത്യേക നിഷ്ഠയുള്ളവരാണ്. പ്രവൃത്തികളിൽ അടുക്കും ചിട്ടയും പാലിക്കുന്ന ഇവർ ആകൃതിയിലും വൈശിഷ്ട്യമുള്ളവരായിരിക്കും. സത്യത്തെ മാനിക്കുന്നവരും കള്ളം പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും വൈമുഖ്യമുള്ളവരാണിവർ. മനസ്സിനിണങ്ങാത്ത കാര്യങ്ങൾ കണ്ടാൽ സമയമോ സന്ദർഭമോ നോക്കാതെ പ്രതികരിക്കുന്ന ഇവർ ആരോഗ്യവും പ്രസരിപ്പും ഉള്ളവരാണെങ്കിലും മന്ദമായി നടക്കുന്ന പ്രകൃതമുള്ളവരാകാം. വ്യക്തി ജീവിതത്തിൽ ഇവർക്ക് സ്ഥിരമായ പുരോഗതിയോ അധോഗതിയോ ഉണ്ടാകുന്നില്ല. ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ പ്രവേശിച്ചാൽ വിജയവും സ്ഥാനവും നേടാൻ സാധിക്കുമെങ്കിലും അപ്രതീക്ഷിതമായി അധപ്പതനത്തിന്റെ നീർച്ചുഴിയിൽ വീണു പോകുന്നത് ഇവരുടെ ഒരു ഭാഗ്യവിപര്യമാണ്. എന്നാൽ യാദൃശ്ചിക സംഭവങ്ങളിൽ കൂടിയും ഇവർ പരാജയത്തിന്റെ നടുക്കടലിൽ നിന്നും നീന്തിക്കയറുന്നത് കാണാൻ കാലതാമസം വേണ്ടിവരില്ല. ധാരാളം സുഹൃത്തുക്കളെ സംബന്ധിക്കുന്ന തിരുവോണക്കാരുമായി ഇടപെടുന്നവർ ഇവരെ വിട്ടുപോകാൻ ഇഷ്ടപ്പെടില്ല. നല്ല ഭക്ഷണപ്രിയരായ ഇവർ സത്യാട്ടോ അധികം സംസാരിക്കാത്തവരും ജലത്തെ സംബന്ധിച്ച കാര്യങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും. ഞാൻ പക്ഷെ അധികം സംസാരിക്കും. അന്യരെ ഉപദേശിക്കുന്നതിലും മധ്യസ്ഥം വഹിക്കുന്നതിലും വിവാദ പ്രശ്നങ്ങൾക്ക് പോംവഴി കണ്ടെത്തുന്നതിലും ലോകപരിചയത്തിലും വിജ്ഞാന സംവാദത്തിലും ഒന്നാമതായിരിക്കും. സത്യം. ഇവർക്ക് പല പ്രവർത്തന മണ്ഡലങ്ങളെയും സ്വീകരിക്കേണ്ടതായി വരും. തീർച്ചയായിട്ടും ഔദ്യോഗിക സ്ഥാനത്തെ സ്വന്തം നിലയിൽ നിന്ന് ഉന്നത സ്ഥാനം നേടിയെടുക്കുവാൻ ഇവർക്ക് താല്പര്യമില്ല. ഈശ്വരവിശ്വാസികളായ ഇവർ ക്ഷേത്ര ദർശനത്തിലും പൂജാതി കർമ്മങ്ങളിലും കൂടുതൽ വിശ്വാസം അർപ്പിക്കും. ശരിയാണ്. നേരിയ അപകർഷതാബോധം മൂലം നന്നായി വസ്ത്രധാരണം ചെയ്യുകയും അന്തസ്സ് നിലനിർത്തുകയും ചെയ്യും. അതും സത്യം. ജീവിതത്തിൽ പലവിധ ബാധ്യതകൾ വഹിക്കേണ്ടി വരുന്നതിനാൽ ഇവരുടെ കഴിവിനൊത്ത രീതിയിൽ സാമ്പത്തിക പുരോഗതി നേടാൻ ഇവർക്കാകുന്നില്ല. ശുദ്ധാത്മാക്കളായ ഇവരെ കണ്ടാൽ ചിലപ്പോൾ അഹങ്കാരികളായി തോന്നും. എന്നെ കണ്ടാൽ അങ്ങനെ തോന്നൂലേ? 30 വയസ്സുവരെ ഇവരുടെ ജീവിതം പല പരിവർത്തനങ്ങൾ നിറഞ്ഞതായിരിക്കും. ശരിയായ ഒരു ജീവിതമാർഗം പോലും ഉണ്ടായിരിക്കില്ല. 30-40 വയസ്സുകൾക്കിടയിൽ സമ്മിശ്ര അനുഭവങ്ങൾ നിറഞ്ഞ കാലമാണ്. 46 വയസ്സ് കഴിഞ്ഞാൽ ഐശ്വര്യപൂർണമായ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും. ഈ നാളുകാർക്ക് പൊതുവെ സംതൃപ്തി നിറഞ്ഞ ദാമ്പത്യ ജീവിതമായിരിക്കും. ശരിയാണ്. അഗമ്യ സ്ത്രീബന്ധത്തിനും അനാശാസ്യമായ രീതിയിൽ സ്ത്രീ വിഷയം സ്വീകരിക്കുന്നതിനിടയാക്കുന്ന മനോവ്യാപാരവും ഇവർക്കുള്ളതുകൊണ്ട് വികാര നിയന്ത്രണം ഇവർക്ക് അത്യാവശ്യമാണ്. ആ നാളിൽ ജനിച്ച സ്ത്രീകൾക്ക് സന്താനഭാഗ്യം ഉണ്ടാകും. കുടുംബത്തിന് മുഴുവൻ അലങ്കാരമായി തീരുമെന്നതിന് സംശയമില്ല. ഇവർ സൗന്ദര്യവും കലാബോധവും ഉള്ളവരായിരിക്കും. ദാനധർമ്മത്തിലും പരോപകാരത്തിലും തൽപരരാണിവർ. ദശാനാഥനായ ചന്ദ്രദശ കഴിഞ്ഞാൽ തുടർന്ന് ചൊവ്വ, രാഹു, വ്യാഴം, ശനി, ബുധൻ, കേതു, ശുക്രൻ എന്നിങ്ങനെ ദശാകാലങ്ങൾ. വേറെ തിരുവോണക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളൂ. എൻ്റെ സ്വഭാവവും ഏകദേശം ഒരു 80% ഇത് പറഞ്ഞിരിക്കുന്നത് പോലെ ശരിയാണ്. ഞാനൊരു തിരുവോണക്കാരൻ.